ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല നമ്മുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത്. ചൈനയും തുർക്കിയും വരെ ഇന്ത്യയുടെ എതിരാളികളിൽ പെടുന്ന രാജ്യമാണ്. സൈനികമായിട്ട് ചൈനയും തുർക്കിയും ശക്തമാവുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ്. ഈ അടുത്തിടെ തുർക്കി അവരുടെ ചില മിസൈലുകൾ പുറത്തെടുത്തു. അതിൽ നേരത്തെ തുർക്കിയുടെ കൈവശം ഉണ്ടായിരുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 1000 കിലോമീറ്റർ വരെയൊക്കെ ദൂരപരിധി ഉണ്ടായിരുന്ന ഷോർട്ട് ടു മീഡിയം റേഞ്ച് കാറ്റഗറിയിൽ പെടുന്ന മിസൈലുകളാണ്. ഈ തൈഫൂൺ എന്ന് പറയുന്ന അവരുടെ തദ്ദേശീയമായ അവരുണ്ടാക്കിയൊരു മിസൈൽ. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് തുർക്കി മറ്റൊരു മിസൈൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2026 മെയ് മാസം ഇസ്താംബുളിൽ നടന്ന സാഹ ഡിഫൻസ് എക്സ്പോയില് തുർക്കി ഔദ്യോഗികമായിട്ട് ഈ ഒരു മിസൈലിനെ കുറിച്ച് കൃത്യമായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. യൽ ദരീം ഹാൻ എന്ന് പറയുന്ന ഒരു മിസൈലാണ് തുർക്കി ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിൽ പെടുത്താവുന്ന മിസൈലാണ്. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 6000 കിലോമീറ്റർ ആണെന്നാണ് തുർക്കി അവകാശപ്പെടുന്നത്. യൂറോപ്പിന്റെ ഏകദേശ ഭാഗങ്ങളും ആഫ്രിക്കയുടെ ഏകദേശ ഭാഗങ്ങളും ഇന്ത്യയുടെ കുറെ ഭാഗങ്ങളുമൊക്കെ ഇതിന്റെ പരിധിയിൽ പെടുന്നു എന്നുള്ളതാണ് തുർക്കി എക്സ്പേർട്സ് പറയുന്നത്. 4 റോക്കറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ മാക് 25 വേഗത കൈവരിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്ന് തുർക്കി അവകാശപ്പെടുന്നുണ്ട്. ഏകദേശം 3000 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയും ഈ മിസൈലിനുണ്ട് എന്നാണ് തുർക്കി പറയുന്നത്. ഈ ഒരു തുർക്കി ഡെവലപ്പ് ചെയ്ത മിസൈൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം ഇന്ത്യ തുർക്കി റിലേഷൻ അങ്ങനെ ഭയങ്കരമായി തകർന്നിട്ടൊന്നുമില്ല. നയതന്ത്ര ബന്ധം ഇപ്പോഴുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും കാശ്മീർ വിഷയത്തിലടക്കം തുർക്കി എടുക്കുന്ന നിലപാടുകൾ, പാകിസ്ഥാന് കൊടുക്കുന്ന പിന്തുണ, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന് കൊടുത്ത പിന്തുണ, ഇതെല്ലാം ഇന്ത്യ ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ഈ ഒരു ആയുധം ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ നീക്കത്തെ ഇന്ത്യ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ തുർക്കിയെ കൗണ്ടർ ചെയ്തിട്ട് ഇന്ത്യ ഒരു പുതിയ നീക്കം നടത്തുന്നുണ്ട്. അതാണ് ഇന്ത്യ സൈപ്രസ് ഗ്രീസ് സഖ്യം എന്ന് പറയുന്നത്. അതായത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തുർക്കിയും ഒരുപക്ഷെ ഇസ്രായേലും തമ്മിലും ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൈപ്രസിന്റെ പേര് പറഞ്ഞിട്ട് ഒരു യുദ്ധം മെഡിറ്ററേനിയൻ കടലിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തുർക്കി ചിലപ്പോൾ നാറ്റോയിൽ നിന്ന് തന്നെ പുറത്തു പോകാനും നാറ്റോ തന്നെ പിരിച്ചുവിടപ്പെടാനും ഒക്കെ ഇനിയുള്ള വർഷങ്ങളിൽ സാധ്യത കാണുന്നുണ്ട്. അതായത് സൈപ്രസിനും ഗ്രീസിനും ഇന്ത്യ അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുർക്കിയെ പ്രതിരോധിക്കാൻ സൈപ്രസിന് ഇന്ത്യൻ നിർമ്മിത മിസൈലുകളോ മറ്റ് പ്രതിരോധ സാമഗ്രികളോ കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഒരു അർമേനിയ മോഡൽ തുർക്കിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അസർബൈജാനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ അർമേനിയയ്ക്ക് പിനാക റോക്കറ്റ് സിസ്റ്റം അടക്കമുള്ള ആയുധങ്ങൾ നൽകിയതുപോലെ, ആകാശ് നൽകിയതുപോലെ സൈപ്രസിനും ഗ്രീസിനും ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ ലഭിച്ചേക്കാം. സംഗതി ഗ്രീസും ഒരു നാറ്റോ മെമ്പർ ആണെന്നുണ്ടെങ്കിലും തുർക്കി ഗ്രീസ് സൈപ്രസ് വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്ക ഓൾറെഡി നാറ്റോയെ കൊണ്ട് മടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മിക്കവാറും ഈ തുർക്കിയുടെ ചുറ്റുമുള്ള തുർക്കിയുടെ ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കിക്കൊണ്ട് തുർക്കിയെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം നടത്താനുള്ള എല്ലാ സാധ്യതയുമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എർദോഗൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യയോട് എടുക്കുന്ന നിലപാടുകൾ തികച്ചും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒന്നല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ത്യ ഗൗരവത്തിൽ കാണുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം. തുർക്കിയുടെ ആയുധങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ എത്തിയാലും അത് ഇന്ത്യക്ക് അപകടമാണ്. ചൈനീസ് ആയുധങ്ങൾ എത്തിയാലും ഇന്ത്യക്ക് അപകടമാണ്. കാരണം ചൈനയും തുർക്കിയും ഇവിടെ നേരിട്ട് യുദ്ധത്തിന് വരുന്നതിന് പകരം പാകിസ്ഥാനെ പോലത്തെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിനെ മുന്നിൽ നിർത്തി ഇന്ത്യ തകർക്കാൻ ശ്രമിച്ചേക്കാം. സോ അതുകൊണ്ട് ഇന്ത്യ സ്വാഭാവികമായിട്ട് ചൈനയെയും തുർക്കിയെയും സമ്മർദ്ദത്തിലാക്കാൻ മറ്റു തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ചൈനയുടെ അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഏറ്റവും മികച്ച ആയുധങ്ങൾ കൊടുക്കുകയാണ്. ഓൾറെഡി ഫിലിപ്പീൻസിന് കൊടുത്തു. വൈകാതെ വിയറ്റ്നാമുമായിട്ട് കരാറുണ്ടാവും. ഇന്തോനേഷ്യയുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. മലേഷ്യയുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ജപ്പാനുമായിട്ട് ഇന്ത്യ സഹകരണം ശക്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുമായിട്ടുള്ള സഹകരണം ശക്തമാക്കിയിട്ടുണ്ട്. ചൈനയെ എല്ലാ മേഖലയിലും വലിഞ്ഞു മുറുക്കുന്ന സമീപനം ഓൾറെഡി ഇന്ത്യ എടുത്തു കഴിഞ്ഞു. അതേ മാതൃകയിൽ അർമേനിയയുമായിട്ട് ഇന്ത്യ ശക്തമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. സൈപ്രസുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. സൈപ്രസിന്റെ ഭരണാധികാരി ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിന് തുടക്കമിടുകയും ചെയ്തു. നരേന്ദ്രമോദി സൈപ്രസിൽ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായിട്ടുണ്ട്. യൂറോപ്പിൽ നമ്മൾ ഫ്രാൻസുമായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. സോ തുർക്കിയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയും ശക്തമായിട്ട് പിടിമുറുക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും തുർക്കിയും തമ്മിൽ വളരെ ബന്ധം വഷളാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തുർക്കിയുടെ ഏത് മുക്കിലും മൂലയിലും എത്തുന്ന മിസൈലുകളൊക്കെ ഇന്ത്യയുടെ കൈവശം ആവോളമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.